KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചിട്ടില്ല എന്ന് തുറന്നടിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ ഒരു മത്സരത്തിനുമില്ല, ഇപ്പോൾ സ്ഥാനം ഏൽപ്പിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. വാക്കുകളിലേക്ക്. ഞാൻ ഒരു റേസിലുമില്ല. പിന്നെ എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിന് അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ MLA ആണ്, ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, UDFന്റെ കൺവീനറാണ്, അതുപോലെ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ KPCC അധ്യക്ഷനായിട്ടില്ല എന്നുള്ളത് ഒരു പരിഭവത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപാട് ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ താനും ഉണ്ട് എന്ന് തന്നെയാണോ അടൂർ പ്രകാശ് പറയുന്നത്? സ്വാതി, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഒരു മത്സരത്തിന് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ സന്തോഷത്തോടെ ഉത്തരവാദിത്തോടെ ആ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പറയുന്നത് പോലെ ഒരു പരിഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അർഹിച്ച സമയത്ത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ട സമയത്ത് തന്നെ പരിഗണിച്ചില്ല എന്നൊരു മറ്റൊരു കാര്യമാണ് എന്ന കാര്യം അദ്ദേഹം പരിഭവത്തോടു കൂടിയാണ് പറയുന്നത്. നിലവിൽ എന്തായാലും 10 നേതാക്കളുടെ പേരാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉള്ളത്. അതിൽ അവകാശവാദം ഉന്നയിച്ച് വന്നിരിക്കുന്ന നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ച് പറഞ്ഞിരുന്നു. MP-മാരെ പരിഗണിക്കുകയാണെങ്കിൽ യോഗ്യനായ ആൾ ഞാനാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അക്കൂട്ടത്തിലേക്ക് മറ്റൊരു MP കൂടി അടൂർ പ്രകാശ് കൂടി പറയുകയാണ്. അദ്ദേഹം പറയാതെ പറയുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് മത്സര സ്ഥിതിയിലേക്ക് താനില്ല, പക്ഷേ ആ സ്ഥാനം നൽകുകയാണെങ്കിൽ അംഗീകരിക്കും, ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തനിക്ക് അധ്യക്ഷ സ്ഥാനം നൽകണം, KPCC അധിസ്ഥാനത്തേക്ക് പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കണം, അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സ്ഥാനത്തിന് വേണ്ടി ആന്റണി, അതോടൊപ്പം ബെന്നി ബെഹൻ അടക്കമുള്ള നേതാക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേര് ജോസഫ് വാഴക്കൻ്റെതാണ്. ഇപ്പോഴുള്ള ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം MLA അല്ല, MP അല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറ്റുമാറി മത്സരിക്കാൻ വളരെയധികം 1 ലക്ഷത്തോളം പോസ്റ്റ് അടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുകയായിരുന്നു. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയോട് വരാൻ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉപാധി വെച്ച ഒരു കാര്യം, മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരാം, പക്ഷേ ഒപ്പം നിൽക്കുന്ന ആളുകളെ പരിഗണിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞ പേര് ജോസഫ് വാഴക്കൻ്റെതാണ്. അദ്ദേഹത്തിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. എന്തായാലും അധ്യക്ഷ സ്ഥാനത്തിനായി 10-ലധികം ആളുകളുടെ പേരുണ്ട്. അവരൊക്കെ ചരട് വലികളും സജീവമാക്കിയിട്ടുണ്ട്. സ്വാതി, അത് തന്നെയാണ് ബിനിൽ. ഒരുപാട് പേരുകളുണ്ട് ഈ ഒരു സ്ഥാനം മോഹിച്ച്, ചരട് വലികളും സജീവമാണ്. ഇനി അതിലാണ് അടുത്ത തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടിയുണ്ട്. ആ വിവരങ്ങളാണ് ബിനിൽ നൽകി.